അമ്മച്ചിയുടെ പേര് അറിയാം. വീട്ടുപേര്? എലങ്ങളത്തെ കുട്ടിച്ചേട്ടൻ എൻ്റെ ചാച്ചൻ്റെ പേര്. ഉടുമ്പയ്ക്കൽ വീട്ടുപേര്. കൂപ്പള്ളി സ്ഥലം മേടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അന്നേരം 5-8 വയസ്സോളം ഉണ്ട്. അത് കഴിഞ്ഞ് പള്ളി ഉണ്ടായിട്ട് പിന്നെ കുർബാന കൈക്കൊണ്ടായി. അത് ഏതച്ഛൻ്റെ കാലത്താണെന്ന് ഓർമ്മയുണ്ടോ? അത് പാട്ടത്തിലച്ഛനായിരുന്നു അന്ന്. പാട്ടത്തിലച്ഛന ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ പള്ളി ശരിയായത്. ഈ ആദ്യ കുർബാന നമ്മുടെ പള്ളിയിലായിരുന്നു? പള്ളിയിലായിരുന്നു. കോപ്പള്ളി അന്ന് പിന്നെ ഇവിടങ്ങൾ കാര്യങ്ങളും ഇവിടെ എല്ലാം കൂടെ ഈ ഒരു പള്ളിയിലാണ് വരുന്നത് എല്ലാം. അവിടുന്ന് അന്നത്തെ ആൾക്കാർ ഒരുപാട് പേര് പ്രായമുള്ള പെണ്ണുങ്ങൾ 10-18 വയസ്സുള്ള പെണ്ണുങ്ങളൊക്കെ അന്നാ കുർബാനയ്ക്കുണ്ടായി. അപ്പോൾ അതുവരെ പഴയ കൊരട്ടിയിലാണ് പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ചെറുപ്പം ആദ്യ കുർബാനയ്ക്ക് 6 കടന്ന് യാത്ര ഞങ്ങളെ കൊണ്ടുപോകും എല്ലാ ഞായറാഴ്ചകളിൽ 6 കടന്ന് തുരുത്തിപ്പടവ് വഴി പഴയ കൊരട്ടിയിൽ പോയാണ് കുർബാനയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടദിവസങ്ങളിലൊന്നും പള്ളിയിൽ പോകാനും സാധിച്ചിട്ടില്ല. വിശേഷ ദിവസം കൊണ്ടുപോകും. എന്നൊക്കെ ഞങ്ങൾ കൊച്ചുങ്ങളല്ലേ, വെള്ളം കയറുമ്പോഴത്തേന് ഇറങ്ങി നടക്കത്തില്ല, വള്ളത്തെ പോകണം. വള്ളം ഇല്ലെങ്കിൽ പിന്നെ ചാച്ചൻ തോളെ വെച്ചുകൊണ്ട് നടന്നു പോകും, അക്കരെ കിടത്തും. അങ്ങനെയാണ് കൊണ്ടുപോയി അല്ലേ ഞായറാഴ്ച കൊണ്ടുപോകും. അങ്ങനെയാണ് പള്ളിയിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അതെ. അത് കഴിഞ്ഞ് ഏറ്റവും സൗകര്യപ്രദമായിട്ട് നമുക്ക് കൂപ്പള്ളി പള്ളി ഇടവ വന്നു. ആദ്യത്തെ പള്ളി ഈ ഓലയും കൊണ്ടൊക്കെയുള്ള പള്ളിയായിരുന്നു. ചെറുതായിട്ട് ഓലയൊക്കെ ഇട്ട് ഒരു ഷെഡ് പോലെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ മങ്കന്താനം വന്നു കഴിഞ്ഞപ്പോൾ ഒരു പള്ളി പണിതു. ആ പള്ളി പണിത് കഴിഞ്ഞിട്ട് ആ പള്ളിക്കകത്തായിരുന്നു സ്കൂളിൻ്റെ ആദ്യ പ്രവർത്തനങ്ങളെല്ലാം പള്ളിയിൽ തന്നെയായിരുന്നു. പള്ളിയിൽ തന്നെ ആൾക്കാരെ മൂടിയിട്ടേക്കുമല്ലേ, ഇപ്പുറത്തോട്ട് ബെഞ്ചും എല്ലാം ഇട്ട് അതിനകത്താണ് ക്ലാസ്. അമ്മച്ചൊക്കെ അവിടെ പഠിച്ചതൊക്കെ ക്ലാസ്സിലൊക്കെ 1-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതൊക്കെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ഈ മഠം വരുന്നതൊക്കെ ഓർമ്മയുണ്ടോ? മഠമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ സിഡായുടെ അടുത്തൊരു വീടുണ്ട്, പൈനാട്ടിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ വീടുണ്ടായിരുന്നു. അത് ചാച്ചൻ്റെ ഏർപ്പെടുത്തി കൊടുത്തതാണ്. കന്യാസ്ത്രീകളെ കൊണ്ടുവന്ന് താമസിക്കാൻ സൗകര്യമില്ല, എവിടെയാണ് കുട്ടിച്ചേട്ടാ എന്ന് അച്ഛൻ ചോദിച്ചിട്ട് ചാച്ചൻ ഈ വീട് ശരിയാക്കി മേടിച്ചു കൊടുത്തു. അങ്ങനെ അവിടെയായിരുന്നു കന്യാസ്ത്രീകളെല്ലാം താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് വന്ന് പഠിപ്പിക്കും, പള്ളിയിൽ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. പിന്നീടാണ് മഠമൊക്കെ ഇപ്പോഴത്തെ സ്ഥലത്തോട്ട് മാറിയത്. കൂവപ്പള്ളി ഒരു കവലയായിട്ടൊക്കെ ഇങ്ങനെ കടകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്ന് കടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമ്പോക്ക പള്ളിയൊക്കെ പള്ളിയുടെ റബ്ബർ തോട്ടമായിരുന്നു. ഇപ്പം കടയിരിക്കുന്നതിൻ്റെ അപ്പുറം അത് മുഴുവൻ കാഞ്ഞിരപ്പള്ളിയുടെ റബ്ബറാണ്. അതിൻ്റെ ഇപ്പുറത്തോട്ട് പുറമ്പോക്കിൽ കൂടെ ഒരുപാട് കടകളും താമസക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കടകളുണ്ട്, ചായക്കടയുണ്ട്, അല്ലേ നമുക്കും ചായക്കടയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ കൂവപ്പള്ളി പള്ളി വന്നേ പിന്നെയാണ് ഇപ്പോഴത്തെ ഒരു കൂവപ്പള്ളിക്ക് ഒരു വികസനം ഒക്കെ ഉണ്ടായത്. പള്ളി പണി ഒക്കെ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ പള്ളി, നിലവിലുള്ള പള്ളിയുടെ പണികളൊക്കെ ഓർക്കുന്നുണ്ടോ? അന്ന് പള്ളിപ്പണിക്ക് വേണ്ടിയിട്ട് എല്ലാ ഞായറാഴ്ചയും എല്ലാവരും കല്ല് ചുമടും. ഞങ്ങളൊക്കെ കല്ല് ചുമക്കാൻ പോയിട്ടുണ്ട്. കുർബാനയ്ക്ക് മുമ്പ് കല്ല് ചുമക്കണം. എല്ലാ ചേട്ടന്മാരും എല്ലാം പെണ്ണുങ്ങളും എല്ലാം ഒത്തിരി കല്ലുമൊക്കെ ചുമന്ന് കൊണ്ടുപോയിടുമായിരുന്നു. അങ്ങനെയൊക്കെ പള്ളി ഒത്തിരി സഹായം ഇടവക്കാർ ചെയ്തു. പള്ളി പണി തീർന്നപ്പം ഈ പള്ളി കൂതാശിക്ക് വന്ന ആരായിരുന്നു ഓർമ്മയുണ്ടോ? കാവുകാട്ട് പിതാവാ. കാവുകാട്ട് പിതാവാ എന്നെല്ലാം നടത്തി. ചങ്ങനാശ്ശേരി വരുന്നത്. അച്ഛന്മാർ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പാട്ടത്തിലച്ഛൻ വന്നേ പിന്നെ സ്ഥിരമായിട്ടാണ്. അതിന് മുമ്പേ അച്ഛൻ പാട്ടത്തിലച്ഛനെ ആക്കുന്നതിന് മുമ്പേ വേറെ അച്ഛൻ വന്ന് കുർബാന ചെല്ലുമായിരുന്നു. അന്ന് പള്ളി ശരിയായില്ലല്ലോ. ആഴ്ചയിലൊന്ന് വരുവുള്ളൂ, ഞായറാഴ്ചകളിൽ. പാട്ടത്തിലച്ഛൻ ഇരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ എല്ലാ പ്രവർത്തനവും ഊർജിതമായിട്ട് നടന്നത്. കുരിശുമല കയറ്റമൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നോ? കുരിശുമല കയറ്റവും ഉണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ സ്കൂളിൽ നിന്ന് പിള്ളേരെല്ലാം വരും. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു ഉപദേശി എന്ന് പറഞ്ഞൊരു ചേട്ടൻ വരും.
ഉപദേശി. വെള്ളിയാഴ്ച ഇവിടെ വരും, ഞങ്ങൾ കവല വരും, ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥനയില്ല മല കയറും. അതെല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ച. അന്ന് എല്ലാ വെള്ളിയാഴ്ച, നോയമ്പിലെ എല്ലാ വെള്ളിയാഴ്ച. പള്ളി വരുന്നതിന് മുമ്പ് എല്ലാം ഈ കാട് വെട്ടിത്തെളിച്ചെല്ലാം എല്ലാവരും താമസം ആകിയതേ ഉള്ളൂ. ആ പള്ളി വന്നേ പിന്നെ പള്ളി വന്നേ പിന്നെ ആൾക്കാരെല്ലാം ഞായറാഴ്ചയും പള്ളി വരും, കടകളിൽ വരുന്നു, ഒത്തിരി ആൾക്കാരായി. നെടുമാലി അങ്ങാണ്ട് ദൂരെ ആറ്റിനൊക്കെ ഉള്ള ആൾക്കാരെല്ലാം ഇവിടെയാണ് വരുന്നത് പള്ളിയിൽ. ആ അങ്ങനെ ഒരുപാട് ആൾ ഉണ്ട്. അന്ന് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് എത്ര ദൂരെ നിന്നും വരും. റോഡ് സൗകര്യങ്ങളൊക്കെ എരുമേൽ റോഡൊക്കെ എങ്ങനെയായിരുന്നു? എരുമേൽ റോഡ് നമ്മൾ സ്ഥലം മേടിക്കുമ്പോഴുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതിൽ ബസ്സുണ്ട്. ഇല്ല അന്ന് ഇതുണ്ട്, ടാറുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് പെരുന്നാളോടെ കാഞ്ഞിരപ്പള്ളിക്ക് പോകുമ്പോൾ അവിടെ വന്ന് ബസ് കയറി പോന്നെ. അന്ന് ബസ്സുണ്ട് അതിൽ. സ്കൂൾ വരുന്നതിന് മുമ്പ് നാട്ടിലെ എവിടെയൊക്കെ പഠിച്ചതൊക്കെ പഠിക്കാൻ പോകാൻ? ഞാനും എൻ്റെ ചേച്ചിയെല്ലാം കൂടെ കാര്യകുളത്ത് സ്കൂളുണ്ട് ചെറിയ, അവിടെ പോയി 1-ാം ക്ലാസ്സിൽ നടന്നു പോകും രാവിലെ. ഞങ്ങൾ അവിടെയുള്ള പിള്ളേരൊക്കെ അതെ നടന്നു പോയി, കാര്യകുളത്ത് പോയി. 1 വർഷം 2 വർഷം പഠിത്തമ്പോഴത്തേനും ഇവിടെ വന്നല്ല സ്കൂളായി. അത് കഴിഞ്ഞ് പിന്നെ തുടർ പഠനങ്ങളൊക്കെ ഇവിടെ തന്നെ 7 വരെ. 7 കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി പിന്നെ സെൻറ്റ് മേരീസിൽ പോയി. ഈ സാറ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ സാറ് 1 വർഷം പഠിക്കാൻ വന്നപ്പോൾ എന്നെയൊക്കെ പഠിപ്പിച്ച. അന്നത്തെ അധ്യാപകർ പിന്നെ ലിസ്യു ട്രീസാമ മാസ്റ്ററായിരുന്നു, മരിച്ചുപോയി. ലിസ്യ കാല് വയ്യാത്ത ഓർക്കുന്നുണ്ടോ? എന്താ ഷോറില്ല. പിന്നെ കൊച്ചുറമ്പി സാറ് പിന്നെ ഈ സാറ് അതൊക്കെ കഴിഞ്ഞാൽ വന്നത്. ഇവന് പുതുപ്പറമ്പിലൊക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞ. അന്ന് പിന്നെ സിസ്റ്റേഴ്സ് ഒത്തിരി ഉണ്ടായിരുന്നല്ലോ. ആത്മീയ, ലിസി, പിന്നെ പുത്തൂരയിലെ 2 സിസ്റ്റർമാർ, ഇപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ സിസ്റ്റർമാരായിരുന്നു കൂടുതൽ സ്കൂളിൽ അധ്യാപകരായിട്ട്.